ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഗ്രാമങ്ങളുടെ വികസനമാണ് രാജ്യത്തിന്റെ അഭിവൃദ്ധി. ഗ്രാമവികസനത്തിനായി നിരവധി പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് പഞ്ചായത്തിന്റെ വികസന കഥ കാണാം. പള്ളിക്കത്തോട് ഒരു ബസ് സ്റ്റാൻഡ്, 100ഓളം പേർക്ക് വിശ്രമ കേന്ദ്രമായ ഒരു ബസ് സ്റ്റാൻഡ് കേന്ദ്ര സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രധാനമന്ത്രിയുടെ ഏറ്റവും സ്വപ്ന സാക്ഷാത്കാരമായ ഏറ്റവും ബഹുമാന്യ PT ഉഷ MP പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് ആദർശ് ഗ്രാമമായി ദത്തെടുത്തത് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വളരെ വിഷമകരമായ രീതിയിൽ ഉപയോഗിക്കാൻ വയ്യാത്ത രീതിയിലൊരു ടൗൺ ഹാളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് ഒന്ന് പൂർണ്ണമായിട്ട് നവീകരിക്കുന്നതിന് വേണ്ടി CFC ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് 3.5 വർഷമായി നമ്മൾ വർക്കുകൾ നടത്തി 3.5 വർഷം കൊണ്ടുള്ള പദ്ധതികൾ വെച്ചാണ് ഇതൊന്ന് പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 10 ലക്ഷം രൂപ മുടക്കി കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതിയിലാണ് ഈ സ്റ്റേഡിയം ഒരു പുതിയ ടർഫായി മാറാൻ പോകുന്നത്. നാച്ചുറലായിട്ടുള്ള ടർഫോട് കൂടി ഇതിന് ചുറ്റും ഫെൻസിങ് ഇട്ടുകൊണ്ട് നെറ്റടിച്ചുകൊണ്ട് കുട്ടികൾക്ക് കായിക പരിശീലനത്തിനും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഉതകുന്ന രീതിയിൽ ഒരു നവീന തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു പുതിയ ഘട്ടമായിട്ടാണ് ഈ പദ്ധതിയെ പള്ളിക്കത്തോട് പഞ്ചായത്ത് കാണുന്നത്. അതുപോലെ തന്നെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിക്ക് വേണ്ടി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 46 സെൻറ്റ് സ്ഥലം പള്ളിക്കത്തോട് പഞ്ചായത്ത് വാങ്ങി 45 ലക്ഷം രൂപയോളം മുടക്കി അതിലൊരു പ്രോജക്റ്റ് വെച്ച് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 80% ജലജീവൻ മിഷനിലെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. വർഷം തോറും വളം മേടിച്ചിടാനും മറ്റുള്ള രീതികളൊക്കെ കൃഷിക്കാർക്ക് പണിക്കാർക്ക് ആരെയും പണിയൊക്കെ നിർത്തണമല്ലോ, അവർക്ക് കൊടുക്കുന്നു, പണിക്കൂലിയും കൊടുക്കുന്നു. അപ്പോൾ പണിക്കൂലിക്കും ഇതിനുള്ള വളം മേടിക്കാനുള്ള പൈസ തരുന്നുണ്ട്. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ കയ്യൂരിലുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സൻസദ് ആദർശ് ഗ്രാമ യോജന പദ്ധതിയിൽ ഏറ്റെടുത്ത് ഇരിക്കുന്ന വിവരം. അങ്ങനെ നമ്മുടെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ നമ്മുടെ ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിലേക്ക് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഒരു ഓപ്പൺ ജിമ്മും ചിൽഡ്രൻസ് പാർക്കും നമുക്ക് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ആരോഗ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 2 ആഴ്ചയായിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ വരുന്നുണ്ട്. കൊളസ്ട്രോള്, തൈറോയിഡ്, പ്രഷർ എനിക്കുണ്ട്. അത് വളരെ മാറ്റങ്ങൾ വന്നു. സുകന്യ പദ്ധതിയിലേക്ക് മോക്ക് പൈസ ഇടുന്നുണ്ട്. ഭാവിയിൽ അവൾക്കൊരു പ്രയോജനമാവും. അവളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇതിൽ നിന്ന് പൈസ എടുക്കുക.